അശോകന്റെ അമ്മയായിട്ടുള്ളൊരു ട്രെയിൻ യാത്ര വല്ലാത്തൊരു അനുഭവമായി എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, എന്താണ് ആ കഥ? ഒരിക്കൽ ചെന്നൈയിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ഇപ്പം മരിച്ചുപോയി. അമ്മയ്ക്ക് അൽഷിമേഴ്സ് ഉണ്ടായിരുന്നു, അവസാനം അൽഷിമേഴ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് ട്രെയിനിൽ വരുന്ന വഴി മദ്രാസ്മയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ സ്ഥിരം കഴിക്കുന്ന കുറേ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചു. നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് മരുന്നും കൊടുത്തിട്ട് അത് ഉറങ്ങാനുള്ളതാണ് സംഭവം. അവർക്ക് ഈ കാരണം ഉറക്കത്തിൽ എഴുതി നടക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും. അങ്ങനെ ആ മരുന്നും കഴിച്ചിട്ട് ബെഡിൽ കിടന്നു. ബെഡെന്ന് പറഞ്ഞാൽ താഴെ, ഞാൻ മുകളിലും. അപ്പം കുറെ കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ എണീറ്റിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെ നോക്കി കുറേ കഴിയുമ്പോൾ ഉറക്കമല്ലാതായി. ഞാനങ്ങ് ഉറങ്ങി. പിന്നെ ഞാൻ ഉണരുന്നത് ട്രെയിൻ എവിടെ നിർത്തിയിരിക്കുകയാണ്, ഏതോ ഒരു സ്ഥലത്ത്. ചെന്നൈയിൽ നിന്ന് വരുന്ന വഴി എവിടെ, തമിഴ്നാട്ടിൻ്റെ ഏതൊരു ഭാഗത്താണ്. ഞാൻ പെട്ടെന്ന് ഞെട്ടി താഴേക്ക് നോക്കിയപ്പോൾ ആളില്ല, ഇല്ല. അപ്പോൾ ഇത് നടക്കാമല്ലോ മുഴുക്ക് ട്രെയിനിൽ. അവിടെയൊക്കെ കുറേ നടന്ന് പോയി കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ഈ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ സീറ്റിൽ കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു. അവർ അമേരിക്കയിലുള്ളവരാണ്, മലയാളീസ്. അപ്പോൾ അവർ ഞാൻ കണ്ട് പരിചയപ്പെട്ടു, സിനിമയുടെ കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുക. അവർ US ലാന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ അമ്മ അതെല്ലാം അറിയാം. അവർ ആ രണ്ട് സ്ത്രീകളാണ്. എൻ്റെ ഓർമ്മ എങ്ങനെയാണെന്ന് തോന്നുന്നു. കുറേ കോച്ചെല്ലാം കഴിഞ്ഞിട്ട് ദൂരെ നിന്ന് അമ്മയുടെ കൈ വിളിച്ചുകൊണ്ട് വരിക ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദൈവാധീനമാണ്. ഈ ഡോറൊക്കെ നമ്മൾ ഈ തുറന്നു കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഈ വെളിയൊക്കെ ഡോറ് തുറന്നടയ്ക്കുക. പല സ്ഥലങ്ങളിൽ അടിച്ചോണ്ട് കിടക്കുകയാണ്. റൂം ആന്ന് വിചാരിച്ചല്ലോ, സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങി പോകാമല്ലോ. പണ്ട് ജോൺസണിന് പറ്റി അങ്ങനെ. അങ്ങനെ ഈ ട്രെയിനിൻ്റെ അടിയിലൊക്കെ പോയി സംഭവം എന്ത് ചെയ്യുമ്പോൾ ആലോചിക്കുക. അല്ലെ എവിടെയെങ്കിലും ഇറങ്ങി പോയാലെന്ത് ചെയ്യും? ട്രെയിൻ അങ്ങ് വിട്ടും പോകും. അവസ്ഥ എന്ന് അറിയിച്ചു നോക്കിയേ. അപ്പൊ അത് അങ്ങനെ ഒരു വലിയ ഭീകരമായ ഒരു സംഭവം. അത് ഒരു എട്ടിപ്പോയി. ഈശ്വരൻ രക്ഷിച്ചു. ആ സ്ത്രീകളെ വീണ്ടും കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടേ ഇല്ല. അല്ല മാത്രം, പക്ഷേ അവരുടെ ഒരു റിലേറ്റീവ് എന്നെ അതിനുശേഷം എന്നെ വിളിച്ചിരുന്നു. ഈ സംഭവം പറഞ്ഞിട്ട് എന്നെ കുറച്ച് ആളും എന്നെ വിളിച്ചു. ഞാൻ അന്ന് ഇങ്ങനെ ഉണ്ടായ സംഭവം, അത് എനിക്ക് എങ്ങനെ അവരുടെ റിലേഷൻ അറിയില്ല, ഏറ്റവും അടുത്ത റിലേറ്റീവ് മറ്റുമാണ്. വിളിച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടോട്. അപ്പോൾ അവരിങ്ങനെ അവരുടെ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞത് US തന്നെയാണ് അവര്. അപ്പോൾ എന്തായാലും പറയാം നേടാം എന്ന് പറഞ്ഞ ഈ ഷോ US ആ വ്യക്തികൾ കാണുകയാണെങ്കിൽ അവർക്കൊരു വലിയ നമസ്കാരം പറയുന്നു. കാരണം വേറൊന്നുമല്ല, ചില മുഹൂർത്തങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഉപകാരങ്ങൾ മരിക്കുന്നവരെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്യാൻ നമ്മുടെ സമൂഹം ഒരുങ്ങണം. ഒരു സന്ദേശം കൂടാണ്. തീർച്ചയായിട്ടും. അശോകൻ പാർവതി ഒരു കാലത്ത് ഒരു ഭാഗ്യ ജോഡികളായിരുന്നു. സമ്മതിക്കാമോ? സമ്മതിക്കാം. എത്ര ചിത്രങ്ങൾ ചെയ്തു? ഒരുപാട് ചിത്രം ചെയ്തിട്ടില്ല. ഒരു 3-4 സിനിമ മാക്സിമം ഉണ്ടാവും. അത് ജാലകമാണ് പ്രധാനം, ആദ്യത്തെ പടം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പിന്നെ ഏതോ 2-3 സിനിമയുടെ അഭിനയിച്ചു. എന്താ ആമിന ടൈലേഴ്സ്, അങ്ങനെ 2-3 സിനിമയുടെ അഭിനയം അത്രയേ ഉള്ളൂ. ഈ പടമെല്ലാം ജാലകം ഒരു സൂപ്പർ ഹിറ്റ് സിനിമയൊന്നും അല്ലെങ്കിലും പടം നന്നായി കളക്ട് ചെയ്തു. പാട്ട് വളരെ ഹിറ്റായി. ഒരു ദളം മാത്രം. അതെ, രാഷൻ ചേട്ടനാണല്ലോ. ഒരു ദളം മാത്രം വിടന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദളം മാത്രം വിടന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. എന്തൊരു പാട്ടാ! സത്യമാട്ടോ. കമ്പോസിങ്ങും എഴുത്തും എല്ലാം. അല്ല, അങ്ങനെ താരജോഡികൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞ വിടർന്ന കണ്ണുകളുള്ള 2 താരജോഡികൾ, അവര് തമ്മിൽ പ്രണയമായിരിക്കും എന്നൊക്കെ ചിലരൊക്കെ അങ്ങനെയൊക്കെ ധരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ജയറാമിനായിരുന്നു.